നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിക്കുമ്പോൾ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെയാണ് ചർച്ചകളിൽ ഇപ്പോൾ സജീവമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ സമയത്തും CPMന്റെ ഒരു നിലപാടുണ്ട്, വർഗീയ ശക്തികളുമായി ഒരു തരത്തിലും സന്ധിയില്ല എന്നുള്ളതാണ്. SDPI വോട്ടുകൾ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പക്ഷേ ഇതുവരെ പിണറായി വിജയൻ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ EP ജയരാജൻ പ്രതികരിച്ചത് അവരുടെ വോട്ടുകൾ വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്നുള്ള തരത്തിലൊരു മറുപടി. പക്ഷേ പിന്നീട് പിണറായി വിജയനോട് ഈ ചോദ്യം വരുമ്പോൾ പിണറായി വിജയൻ ഒരു ഒഴുക്കൻ മട്ടിൽ ഒന്നും പറയാതെ പറഞ്ഞു പോകുന്ന ഒരു പിണറായി. അത് കഴിഞ്ഞിട്ട് MA ബേബി വന്നൊരു നിലപാട് പറഞ്ഞു, അത്തരം വോട്ടുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു കാര്യത്തിൽ തന്നെ പല നിലപാട്. പക്ഷേ തൊട്ടപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഈ പറയുന്ന CPM കോൺഗ്രസിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇരുകൂട്ടരും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പച്ചയ്ക്ക് പറയുന്ന ഒരു നിലയിലേക്കും കാര്യങ്ങൾ എത്തുകയാണ്. ഈ വിഷയത്തിൽ നമുക്ക് LDFനെ കണ്ണടച്ച് കുറ്റപ്പെടുത്താൻ കഴിയില്ല. നമുക്കറിയാം ചില സംഘടനകൾക്ക് പ്രഖ്യാപിത നിലപാടുകളുണ്ട്. ഇപ്പോൾ RSSനെ സംബന്ധിച്ച് അവർ എല്ലാ കാലത്തും BJP പിന്തുണയ്ക്കുന്നു. കേരളത്തെ അത്ഭുതപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നു. നമ്മൾ മതേതരത്വം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ചില നീക്കങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഒന്ന്, കേരളത്തിലെ മഞ്ചേശ്വരം മുതൽ അങ്ങ് പാറശാല വരെ എല്ലാ മണ്ഡലങ്ങളിലും പടർന്നു നിൽക്കുന്ന വലിയൊരു പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അത് ഏകോപിപ്പിക്കുന്ന ചില സംഘടനകളാണ്. എങ്കിലും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്നാണ് അതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലുമുള്ള മുസ്ലിം സമുദായ അംഗങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഈ കമ്മിറ്റി തീരുമാനിക്കും. അപ്പോൾ ഈ കമ്മിറ്റിക്ക് കീഴിൽ ഒട്ടുമിക്ക സംഘടനകളും ഇപ്പോൾ അണിനിരന്നിരിക്കുകയാണ്. ഒരു സമുദായം അവർ ഒരുമിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടം, ഇത് കേരളത്തിൽ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കും. വലിയ ഒരു വർഗീയ ചേരിതിരിവിന് ഇടവരുത്തും. മറുവശത്ത് ഹൈന്ദവ സമുദായം, ക്രിസ്ത്യൻ സമുദായം ഒക്കെ ഇങ്ങനൊരു ഏകോപനത്തിന് ശ്രമിച്ചാൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു അപകടം? നമുക്കറിയാം എന്തുകൊണ്ടാണ് UDFന് 2016 തെരഞ്ഞെടുപ്പിൽ പിഴച്ചത്. നമ്മൾ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ UDF സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ചും മറ്റ് വിഷയങ്ങളുമൊക്കെ സംസാരിക്കും. പക്ഷേ 2016 കേരളത്തിലെ ഹൈന്ദവ സമുദായം LDFലേക്ക് അടുത്തിരുന്നു. ആ ചരിത്ര സത്യം മറക്കാതെ പോകരുത്. 2011-16 കാലഘട്ടത്തിൽ അന്ന് കേരളം ഉമ്മൻചാണ്ടി സർക്കാർ നയിച്ചിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോൾ അതിൻ്റെ ഭരണത്തിൻ്റെ കടിഞ്ഞാൺ മറ്റൊരു തലത്തിൽ നിയന്ത്രിച്ചത് അന്നത്തെ മുസ്ലിം ലീഗായിരുന്നു. അതിനു മുൻപ് 5ാം മന്ത്രി വിവാദം, AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ അന്ന് മുസ്ലിം ലീഗിനെ പിടിച്ചു കെട്ടാൻ ആൻ്റണി നടത്തിയ ശ്രമം, അതിനെതിരെ മുസ്ലിം ലീഗ് പ്രതികരിച്ച രീതി, ആൻ്റണിക്കെതിരെ പ്രഖ്യാപിത നിലപാടെടുത്തിരുന്നു അന്ന് മുസ്ലിം ലീഗ്. നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും UDFൻ്റെ ശക്തിയും ദൗർബല്യവും ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രി വിവാദം, പിന്നീട് വന്ന നിരവധി വിവാദങ്ങൾ, മുസ്ലിം ലീഗിന് കോട്ട കെട്ടിക്കൊടുക്കുന്ന കുറേ വകുപ്പുകളുണ്ട് എല്ലാ കാലത്തും. വ്യവസായ വകുപ്പ് അടക്കം ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ കുത്തക അവകാശമായി അവർ കരുതുന്നു. അതിനവരെ തെറ്റു പറയാൻ കഴിയില്ല. കേരളത്തിൽ ന്യൂനപക്ഷമെന്നൊന്നും ഇനി മുസ്ലിം സമുദായത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം വലിയൊരു സാമുദായിക ശക്തിയാണ്. അവരെ വകഞ്ഞു മാറ്റി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്ക് കടന്നു വരിക അത്ര എളുപ്പമല്ല. പക്ഷെ അത് ഒരു സംഘടിത വോട്ട് ബാങ്കാക്കി മാറ്റി മുന്നണികളെ വെല്ലുവിളിക്കുമ്പോൾ മറുവശത്ത് ഇതേ അപകടം ഹൈന്ദവ സമുദായങ്ങളുടെ ഏകീകരണത്തിലുമുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം. അവിടെയാണിപ്പോൾ എല്ലാം പിഴയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 2016 തെരഞ്ഞെടുപ്പ്, 2016 തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? 2011-16 കാലഘട്ടത്തിൽ UDF സർക്കാരിനെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തിരുന്നു മുസ്ലിം ലീഗ്. അതിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയും സംഘവും എന്ന വലിയ പ്രചാരണമെന്ന് കേരളത്തിൽ നടന്നിരുന്നു. ആ കാലഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അന്ന് UDFൽ നിന്ന് ഒരു തലത്തിൽ ദുർബലമാക്കുന്നത്. KM മാണിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് മധ്യ തിരുവിതാംകൂറിൽ വലിയ ചേരിതിരിവിന് കാരണമാക്കുന്നത്. പിന്നീട് കേരള കോൺഗ്രസ് ജോസ് K മാണി വിഭാഗം UDFൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ 2016 ഇതര ഹൈന്ദവ സമുദായത്തിൻ്റെ പിന്തുണ, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണയൊക്കെ ഒരു പരിധിവരെ നേടാൻ ജോസ് K മാണി വിഭാഗം അന്ന് UDFൽ തന്നെയായിരുന്നു. എങ്കിലും മധ്യ തിരുവിതാംകൂറിലൊക്കെ വലിയ മുന്നേറ്റം, ഒരു പരിധിവരെ മുന്നേറ്റത്തിനന്ന് CPMന് കഴിഞ്ഞിരുന്നു. 2021 കേരള കോൺഗ്രസ് പുറത്തിറങ്ങി. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, 2016 തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ സമുദായത്തിൻ്റെ പിന്തുണ വാങ്ങിയ പിണറായി വിജയൻ 2021 എത്തിയപ്പോൾ
അന്ന് 2019 തെരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും ശക്തനാകുന്നു. വലിയ ഒരു മോദി തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു. മോദി കേരളത്തിലേക്ക് ചുവടുറപ്പിക്കുന്നു. അമിത്ഷാ മോദി ടീം കൂടുതൽ കരുത്തോടെ വരുന്നു. അങ്ങനെ ഒരു പൊതുപ്രതീതി ഉയർന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മതേതരത്വം കോട്ടകെട്ടി ഞങ്ങൾ സംരക്ഷിക്കും, UDF ദുർബലരാണ് എന്ന് കേരളത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇതേ രാഷ്ട്രീയ തന്ത്രം അന്ന് പിണറായി പുറത്തെടുത്തു. മുസ്ലിം ലീഗ് എന്ന പേരുള്ള മുസ്ലിം ലീഗിൻ്റെ സമുദായത്തിൻ്റെ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് UDFിലുണ്ട് എങ്കിലും SDPI, PDP, ആ കാലഘട്ടത്തിലെ പ്രബല ജമാഅത്ത്, കാന്തപുരം സുന്നി വിഭാഗം, ഇവരെയൊക്കെ ഒപ്പം നിർത്താൻ അന്ന് പിണറായി വിജയന് കഴിഞ്ഞു. സമസ്ത പോലും അന്ന് പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു LDFിനെ. അതിൽ നിന്ന് ഇപ്പോൾ ഈ 2021 നിന്ന് 2026 നമ്മൾ കാണുന്നത് എന്താണ്? സമസ്ത നേതാവിനെ കാണാൻ ഇക്കഴിഞ്ഞ ദിവസം VD സതീശൻ വീട്ടിൽ ചെല്ലുന്നു. അദ്ദേഹത്തിന് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുന്നു. അതേ VD സതീശൻ നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എങ്കിൽ പോലും NSSൻ്റെ സുകുമാരൻ നായരെയും SNDPയുടെ വെള്ളാപ്പള്ളി നടേശനെയും പലപ്പോഴും തള്ളിപ്പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ നാവാണ്, തള്ളി പറഞ്ഞേ പറ്റുള്ളൂ, അമ്മാതിരി പ്രയോഗമാണ്. എങ്കിൽ പോലും അങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നു. ഇതേ സതീശൻ എന്തുകൊണ്ട് ശിവഗിരിയിലേക്ക് പോകുന്നില്ല? ഇതേ സതീശൻ എന്തുകൊണ്ട് ഹൈന്ദവ സ്വാമിമാരെയും മഠാധിപന്മാരെയും കാണാൻ പുറപ്പെടുന്നില്ല? അപ്പോൾ അതൊരു ഇരട്ടത്താപ്പാണ്, UDFിൻ്റെ തന്ത്രമാണ്, നമുക്കത് അംഗീകരിക്കാം. പക്ഷേ മുസ്ലിം സമുദായത്തിലെ സമസ്തയും ജമാഅത്ത് എല്ലാ കാലഘട്ടത്തിലും കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി ജമാഅത്ത് ഓർക്കണം, LDFിനൊപ്പം നിലകൊണ്ട സംവിധാനമാണ് ജമാഅത്തിന് മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ, വലിയ സംഘടിത സംവിധാനമാണ്. അവരെ UDF ഇപ്പോൾ അട്ടപ്പടലം കയ്യിലെടുത്തിരിക്കുന്നു. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ സമസ്തയും കാന്തപുരവും ഇവരെല്ലാവരും ചേർന്നൊരു ഏകോപനത്തിലെത്തി. അതിന് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തു. പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന് നാളുകൾക്ക് മുൻപ് അവർ ഒരു വിലയിരുത്തലിലെത്തിച്ചേർന്നു. ആ വിലയിരുത്തൽ ഇങ്ങനെയായിരുന്നു: നമുക്ക് ഭരണം കിട്ടിയില്ല എങ്കിൽ അത് ഈ സമുദായത്തിൻ്റെ വലിയൊരു പിന്നോക്കം പോകലാകും. ഏത് വിധേനയും 2026 ഭരണത്തിലെത്തണം. അത് സമുദായത്തിന് വേണ്ടിയാണ്. ഇക്കാര്യം KM ഷാജിക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ ആവേശം മൂത്ത് കഴിയുമ്പോൾ എല്ലാം വെട്ടി തുറന്നു പറയും. ഒരു 6 മാസം മുമ്പ് KM ഷാജിയുടെ ഒരു പ്രസംഗം നമ്മൾ കേട്ടതാണ്. വേറെ ഏതെങ്കിലും ഒരു മതസ്ഥർ കേട്ടാൽ അവരുടെ ചോര തിളയ്ക്കും. കാരണം 9.5 വർഷമായി ഭരണം നഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു. നമ്മൾ മറ്റാർക്കും വേണ്ടിയല്ല, നമ്മുടെ സമുദായത്തിന് വേണ്ടി, സമുദായത്തിന് നേടിക്കൊടുക്കണം. സമുദായത്തിന് വേണ്ടിയാണ് അധികാരം പിടിക്കുന്നത്. സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭരണത്തിലേറുന്നത്. പച്ചയ്ക്ക് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കുന്നു എന്നുള്ളൊരു വിചാരം പോലും ഇവർക്കില്ല. അപ്പം അങ്ങനെ UDFിലേക്കുള്ളൊരു ഒഴുക്ക്, UDF കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണവിരുദ്ധത ആ വികാരം ആളിക്കത്തിക്കുകയും കേരളത്തിൽ UDF മുന്നോട്ട് വരികയും ചെയ്ത ഒരു സന്ദർഭമാണ് നമ്മൾ കണ്ടത്. പക്ഷെ അവിടെ വലിയൊരു ബോംബ് പോലെ ഇപ്പോൾ ഈ വിഷയം പൊട്ടി വീണിരിക്കുകയാണ്. UDFിനെ ഇനി നിയന്ത്രിക്കുക, UDFിനെ കൈപ്പിടിയിൽ ഒതുക്കുക ലീഗല്ലേ എന്ന ചോദ്യം. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന KM ഷാജി. ഓർക്കണം, KM ഷാജിക്ക് വേങ്ങര സീറ്റ് കൊടുത്തത് ജമാഅത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്ന് AK ബാലൻ പറഞ്ഞത്. നമ്മളത് ആലോചിക്കുമ്പോൾ കുറച്ച് വാസ്തവമുണ്ടോ എന്ന് തോന്നിപ്പോകും. കാരണം KM ഷാജിയെ ജയിപ്പിച്ചു കൊണ്ടുവരാൻ ജമാഅത്ത് വലിയ താല്പര്യം കാട്ടുന്നു. ഇവിടെയാണ് മഞ്ചേശ്വരത്തെ അഷ്റഫിൻ്റെ പിന്മാറ്റം നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന് ഓർക്കണം, SDPI സംസ്ഥാന യോഗം ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിയോഗിക്കുന്നു. സ്ഥാനാർത്ഥി അവിടെ പ്രചരണവും തുടങ്ങി. ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് BJPയുടെ K സുരേന്ദ്രൻ തോറ്റത് 745 വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത്, വെറും ചെറിയ വോട്ടുകൾക്ക്. അന്ന് വലിയ പോളറൈസേഷൻ വന്നായിരുന്നു. LDF ഒക്കെ വളരെ പുറകിൽ പോയി. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അന്ന് വിജയിച്ചു, പക്ഷേ 745 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഇക്കുറി SDPI തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ 7000-ലധികം വോട്ടുകൾ നേടി ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മാത്രം 4000-ഓളം വോട്ടുകൾ നേടി. അപ്പോൾ SDPIക്ക് ഒരു 7000 വോട്ടുള്ള മണ്ഡലമാണ്. അവിടെയാണ് ആത്മവിശ്വാസത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ SDPI നിർത്തുന്നത്. അതൊരു ബലപേശലിന് വേണ്ടിയായിരുന്നു. പ്രചരണം തുടങ്ങി. തൊട്ടു പിന്നാലെ സംസ്ഥാന നേതാക്കൾ ഒരുമിച്ച് ചേർത്തു. സ്ഥാനാർത്ഥിയെ വിളിച്ച് പത്രിക പിൻവലിക്കണം. എന്താണ്? ലീഗിനെ വിജയിപ്പിക്കണം. അപ്പോൾ SDPI ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവിടെയാണ് ഇന്ന് BJP ഇതൊരു കേരളത്തിൽ UDFിനൊരു തീക്കുണ്ടത്തിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത്. SDPI ഇതുവരെ LDFിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് UDF പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന യാഥാർത്ഥ്യം എന്താണ്?
മഞ്ചേശ്വരം മുതൽ പാറശാല വരെ പല മണ്ഡലങ്ങളിലും ഇതേ SDP ചില മണ്ഡലങ്ങളിൽ UDF പിന്തുണയ്ക്കുന്നു, ചില മണ്ഡലങ്ങളിൽ LDF പിന്തുണയ്ക്കുന്നു. ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും UDF അല്ലെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ ലീഗിനെ, മറ്റേതെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ. ഇനി അതല്ല എങ്കിൽ LDF BJP ശക്തമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ LDF വിജയിക്കുക. BJP അധികാരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിന്ന് മാറ്റി നിർത്തുക. ഇതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. ജനാധിപത്യപരമായ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കാം. ഒരു സമുദായത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ ഇതേ രീതി ഭൂരിപക്ഷ സമുദായം പുറത്തെടുത്താൽ എന്തായിരിക്കും സ്ഥിതി? ഈ ഭൂരിപക്ഷ സമുദായം ഈ വികാരം ഉൾക്കൊണ്ട് അവർ ഒരു ഏകോപനത്തിലേക്ക് വന്നാലോ? ക്രിസ്ത്യൻ സമുദായം പക്ഷെ ഒരു കാലത്തും ഒരുമിക്കാൻ പോകുന്നില്ല, തമ്മിൽ തല്ലത്തേ ഉള്ളൂ. ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അന്നേരം ഓടിക്കും. ബിഷപ്പ് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇടവക നിയന്ത്രിക്കുന്ന പുരോഹിതൻ വേറൊരു അഭിപ്രായം പറയും. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ ഇത് ഒരു കാലത്തും നടപ്പാകാൻ പോകുന്നില്ല. പക്ഷേ അവരൊക്കെ ഭാവിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൂടായികയില്ല. അപ്പോൾ എന്താണ് അതിലെ അപകടം? എന്താണ്? സമുദായ സംഘടനകൾ കേരളം ഭരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും. അവർ നിശ്ചയിക്കും സ്ഥാനാർത്ഥികൾ ആരാണ്, രാഷ്ട്രീയം എന്താണ്. ഇന്നലെ വരെ ഇതേ VD സതീശൻ്റെ നിലപാടെന്തായിരുന്നു? ഒരു സമുദായ സംഘടനയുടെയും മുന്നിൽ മുട്ടുപടക്കില്ല. ഇതായിരുന്നു VD സതീശൻ്റെ പ്രഖ്യാപിത നിലപാട്. അത് അഡപടലം പൊളിഞ്ഞില്ലേ? മറുവശത്ത് മുസ്ലിം ലീഗ് വിശാല മുസ്ലിം ഒരു ഏകോപന സംവിധാനവുമായി ഇറങ്ങുമ്പോൾ അത് മറ്റൊരു അപകടമല്ലേ കേരളത്തിൽ നമ്മൾ ഉയർത്തിക്കാട്ടുന്നത്? ഒരുപക്ഷെ UDF സംബന്ധിച്ച് അവർ വിജയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരറ്റ കൈയായിരിക്കാം. പക്ഷേ ഇത് ഉയർത്തിവിടുന്ന വലിയൊരു അപകടമുണ്ട് കേരളത്തിൽ. അതിനെ കാണാതെ ഈ ഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. അവിടെ LDF വിരുദ്ധ വികാരം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാം. LDF വിരുദ്ധത എന്ന് പറയുന്നത് CPMനോടോ CPIയോടോ ഉള്ള വിരുദ്ധതയൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചു മുടിച്ചതിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണം. പക്ഷെ അതിലൊക്കെ അപ്പുറം ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം മതമാണ്. ഇവിടെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ പറയുന്ന പോലെ UDF ആണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ കേട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അധികാരം കിട്ടും എന്നുള്ളത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന സമുദായ സംഘടനകളെ ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടി ഓടുന്ന UDF നേതാക്കളെയാണ് നമ്മൾ കാണുന്നത്. ഇത് കാണുമ്പോൾ VD സതീശന് നേരെ ഉയർന്നു വന്ന മുൻപത്തെ ചില ആരോപണങ്ങളുണ്ട്. അതായത് ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന ഷാജിയുടെ വർഗീയ പരാമർശം വന്നത്. അന്ന് എന്തുകൊണ്ട് VD സതീശൻ ഇതിന് മറുപടി കൊടുത്തില്ല എന്നുള്ളൊരു വലിയ ചോദ്യം. ഷാജി മത്സരിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചരണ ആയുധമായി ഇടതുപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത്. ഇടതുപക്ഷ ആ പഴയ പ്രസംഗമെല്ലാം കുത്തിപ്പൊക്കിയപ്പോൾ ഇന്നലെ വരെ അത് അത്ര വൈറലായില്ലായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ ചില കേന്ദ്രങ്ങൾ ഈ പ്രസംഗങ്ങൾ പുറത്തേക്ക് വിട്ടപ്പോൾ ജനം പരസ്പരം സംസാരിച്ചു തുടങ്ങി. ഇതെന്തൊരു പോക്കാണ് എന്ന് മാത്രമല്ല, ഈ മുസ്ലിം കമ്മിറ്റികളുണ്ടല്ലോ എല്ലാ സ്ഥലത്തും, അവർ തീരുമാനിക്കുന്നു ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അത് ഇതിലെന്ത് ജനാധിപത്യം? അവിടെയാണ് നമ്മൾ ഈ പറയുന്ന AK ബാലൻ മുൻപ് പറഞ്ഞ ഒരു പ്രസ്താവന കൂടി കേൾക്കേണ്ടത്. അതായത് ഈ പറയുന്ന UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ജമാഅത്ത് തീരുമാനിക്കും കാര്യങ്ങൾ, അതായത് ആഭ്യന്തരം അവരുടെ കൈകളിലാകും, മാറാട് കലാപങ്ങൾ ആവർത്തിക്കും എന്നുള്ളൊരു വലിയ പ്രസ്താവന. അന്ന് AK ബാലനെ നിശ്ചിതമായി വിമർശിച്ചു കോൺഗ്രസ്സുകാരും UDFകാരും. പക്ഷേ അന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ചരിത്രം ഉൾപ്പെടെ വലിച്ചു പുറത്തേക്ക് ഇട്ടുകൊണ്ട് പിണറായി വിജയൻ ചിലതൊക്കെ വലിച്ച് നിരത്തി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അത് നോക്കുമ്പോൾ ഇതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയ ഒരു തിരിച്ചടി UDF നിൽക്കുകയാണ്. കാരണം ഇവർ ഈ പറയുന്ന മുസ്ലിം സമുദായങ്ങളെ ചേർത്ത് നിർത്താൻ പോകുമ്പോൾ തൊട്ടപ്പുറത്ത് ഈ പറയുന്ന ഹിന്ദു സമുദായങ്ങൾ, ക്രിസ്ത്യൻ സമുദായങ്ങൾ, അവർ സ്വാഭാവികമായും ഓർക്കും എന്തുകൊണ്ട് ഇതിനെ മാത്രം പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു ചോദ്യം. കാരണം നമ്മൾ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് സമസ്ത ഉൾപ്പെടെ കണ്ണുരുട്ടുമ്പോൾ പിണറായി അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥയാണ് UDF-നും. മറുവശത്തെ പിണറായി വിജയൻ ഒരിക്കൽ നമുക്കറിയാം കാന്തപുരത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ മനുഷ്യൻ്റെ ബോഡി വേസ്റ്റ്, മുടി സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത്, മുടിയും നഖമൊക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ച ഒരാളുടെ ബോഡി വേസ്റ്റ് എന്തിനാണ് സൂക്ഷിക്കുന്നത്? ഇതുപോലെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് പിന്നീട് അടപടൽ അവരുടെ കാൽക്കൽ വീഴുന്ന കണ്ട അധികാരത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അവിടെ നിന്ന് അപകടം തിരിച്ചറിഞ്ഞു. പിണറായി വിജയനും LDF-ഉം CPM-ഉം മുസ്ലിം സമുദായത്തെ കൂടുതൽ ഉൾക്കൊണ്ടാൽ, ക്രിസ്ത്യൻ സമുദായത്തിന് മുന്നിൽ മുട്ടിലിഴഞ്ഞ് കിടന്നാൽ അത് കേരളത്തിലുണ്ടാക്കുന്ന ഒരു അപകടം അവർ തിരിച്ചറിഞ്ഞു. ആ അപകടം ഹൈന്ദവ സമുദായം കൂടുതലായി BJP-യിലേക്ക് ചേക്കേറുമെന്നതാണ്. ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP-യും CPM-ഉം ഒക്കെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയത്.
പക്ഷേ ആ രാഷ്ട്രീയ തീരുമാനം അവരുടെ അധികാരം നിലനിർത്തുക എന്ന തന്ത്രത്തിന് വേണ്ടിയാണ്. മറുവശത്ത് കോൺഗ്രസ് ആ അപകടത്തിലേക്ക് ഇപ്പോൾ വീണിരിക്കുന്നു. നമ്മൾ ഇന്നലെ വരെ കോൺഗ്രസിനെ UDFനെ ഇക്കാര്യത്തിൽ വേറിട്ട് നിർത്തിയിരുന്നുവെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു 25 സീറ്റുമായി മുസ്ലിം ലീഗ് കയറി വരും. കാരണം അവർക്കിപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളില്ല. ഈ 25 സീറ്റുമായി മുസ്ലിം ലീഗ് കടന്നു വരുമ്പോൾ അവർ തീരുമാനിക്കും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആര്, കോൺഗ്രസിൻ്റെ വകുപ്പുകൾ ആര് ഭരിക്കണം, കോൺഗ്രസ് ആരെയൊക്കെ മന്ത്രിമാരായി നിയോഗിക്കണം. അപ്പോൾ ഇത് വല്ലാത്തൊരു പശ്ചാത്തലം ഒരുക്കും. അതിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം മതം നോക്കിയല്ല ഭരണം നടത്തേണ്ടത്. കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒരു വേറിട്ട കഥാപാത്രങ്ങൾ തന്നെയാണ്, ഒരു മതേതരത്വം സൂക്ഷിക്കുന്നതാണ്. പക്ഷെ അവിടെ ഷാജിയുടെ പ്രസംഗം, മുസ്ലിം ലീഗിലെ ചില നേതാക്കളുടെ പ്രസംഗം, ഈ മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്ക് തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം നമുക്കറിയാം. മൂവാറ്റുപുഴയിലെ ചില സംഘടന കഥകളൊക്കെ അറിയാം. അവരുമായി അവർ പുലർത്തുന്നൊരു ബന്ധം. അപ്പോൾ ഇത് അപകടകരമായ ഒരു മുന്നറിയിപ്പാണ്. നമുക്ക് UDFനെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത്തരമൊരു അപകടത്തെ പുൽകുന്നത് ശരിയല്ല. അത് കേരളത്തെ കൊണ്ടുവന്ന് ഇടുന്നൊരു ഭയാനകമായ സ്ഥിതിവിശേഷമുണ്ട്. ഇത് മതത്തിൻ്റെ കഥയല്ല നമ്മൾ പറയുന്നത്. ഒരു മതത്തെയും ആക്ഷേപിക്കാനോ അവരെ വേദനിപ്പിക്കാനോ അല്ല. പക്ഷേ ആരെങ്കിലും ഇത്തരം തെറ്റുകളിലേക്ക് പതിച്ചാൽ ഇത് ഏറ്റവും വലിയ വിനയാകുന്നത് മുസ്ലിം സമുദായത്തിനാവും. കാരണം മറുവശത്ത് ഹൈന്ദവ സമുദായം ഒരുമിക്കും. അവർക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം, ലീഗ് ഡിക്റ്റേറ്റ് ചെയ്തെടുത്ത് കേരള പൊളിറ്റിക്സ് ചെന്നെത്തുന്നു എന്ന്, അത് കേരളത്തിൽ ജനങ്ങളാരും വിഡ്ഢികളല്ല, അവർക്ക് എളുപ്പം അത് മനസ്സിലാവും. അത്തരമൊരു സ്ഥിതിവിശേഷമുണ്ടായാൽ UDF പോലും പൊട്ടിത്തെറിക്കും. കോൺഗ്രസിൽ നിന്ന് വലിയൊരു നിര നേതാക്കൾ BJPയിലേക്ക് ഒഴുകും. ഇപ്പോൾ UDFൻ്റെ തരംഗമുണ്ട് എന്നത് ശരിയാണ് എങ്കിലും കഴിഞ്ഞ 2 ദിവസമായി വിഷയം മാറിപ്പോയിരിക്കുന്നു. പിണറായി വിജയൻ VD സതീശനെ നിർത്തിപ്പൊരിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇടതുപക്ഷ നേതാക്കൾ അതിശക്തമായി ആക്രമിച്ച് മുന്നേറുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ചെറിയ പ്രശ്നം കൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഒരുപാട് മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP വീക്ക് കാൻഡിഡേറ്റ്സിനെ ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2020 ഒക്കെ ചേർത്ത് പരീക്ഷണം പല സ്ഥലങ്ങളിലും അടപടലം പാളി. അപ്പോൾ ആ മേഖലകളിൽ UDFയിലേക്ക് വോട്ട് ഒഴുകുന്നതിന് പകരം ഹൈന്ദവ വോട്ടുകളുടെ ഒരു ഭാഗം LDFയിലേക്ക് ഒഴുകിയാൽ പിണറായി വിജയൻ്റെ കാൽക്കുലേഷൻ ഏറെക്കുറെ ശരി വരും. അത് അങ്ങനെ സംഭവിക്കുമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ അത്തരമൊരു ഘട്ടത്തിലേക്ക് കടക്കുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അതൊരു വല്ലാത്ത തലമാണ്. പല സ്ഥലങ്ങളിലും ഇത് നമ്മളിപ്പോൾ കാണുന്നു. അല്ല, ഇങ്ങനെയൊരു ഈ പറയുന്ന ഡീലിന്റെ കാര്യവും ഒരു വലിയ ചർച്ചയാണ്. വേറൊരു കൃത്യതയോടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പൂഞ്ഞാർ മണ്ഡലത്തിൽ PC ജോർജ് ആജന്മ ശത്രുവാണ്, സമ്മതിക്കാം. PC ജോർജിനെ നമുക്ക് ആ പ്രയോഗങ്ങളൊക്കെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഏത് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നത് അവിടുത്തെ കോർഡിനേഷൻ കമ്മിറ്റി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. UDFനെ വേണോ LDFനെ വേണോ, ആർക്കാണ് വിജയസാധ്യത കൂടുതൽ അവർക്ക് വോട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിലൊരു നീക്കം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല. അത് അപകടകരമായ വലിയ സാഹചര്യത്തിലെത്തിക്കും. ഇത് മുസ്ലിം ലീഗ് മനസ്സിലാക്കി അവർ തിരുത്തിയില്ല എങ്കിൽ ഈ സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ഞങ്ങളുടെ പേരിൽ തന്നെയുണ്ട്, ഞങ്ങൾ അതിൽ വഞ്ചന കാട്ടില്ല. ഇതൊക്കെയാണ് KM ഷാജിയുടെ വാക്കുകൾ. മുസ്ലിം ലീഗ് എന്ന പേരിൽ തന്നെ ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ട്, ഞങ്ങളതിൽ വെള്ളം ചേർക്കില്ല എന്നൊക്കെ പച്ചയ്ക്ക് പറയുമ്പോൾ നമുക്ക് ഈ ജനങ്ങൾ ജീവിക്കുന്ന ഒരു മതേതരത്വ സംസ്ഥാനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അവിടെ വേണം. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ചില UDF നേതാക്കൾക്ക് വിഷമം തോന്നാം. അവർക്ക് ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ വലിയ പൊട്ടിത്തെറി അവർ നടത്തിയേക്കാം. പക്ഷേ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് തിരുത്താൻ ഇനിയും 10-14 ദിവസമുണ്ട്. ഇവിടെ വെച്ച് തിരുത്തിയില്ല എങ്കിൽ വലിയൊരു അപകടം മുന്നിലുണ്ടാവും UDFന്. പക്ഷേ തിരുത്താൻ തയ്യാറാകുമോ? കാരണം അവർക്ക് അധികാരം പിടിക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ലീഗിനെ മാറ്റി നിർത്താൻ കഴിയില്ല. ഈ പറയുന്ന മുസ്ലിം സംഘടനകളെ എതിർത്ത് സംസാരിക്കാൻ കഴിയാത്തൊരു ഗതികേടിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് അവസ്ഥ. നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ലീഗിൻ്റെ കാര്യം പറയുമ്പോൾ പോലും സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊരു മതത്തെ അല്ല പറയുന്നതെന്ന്. അവിടെയാണ് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്ന ഒരു ചോദ്യവും കൂടി ശ്രദ്ധിക്കേണ്ടത്. മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ എങ്ങനെയാണ് അതൊരു മതത്തെ വിമർശിക്കലാകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതുതന്നെയാണ് UDFൻ്റെ ഇപ്പോഴത്തെ ഗതികേട്. അതായത് പിണറായിക്ക് പറ്റിയ ആ ഒരു അബദ്ധം, അതായത് ഈ മുസ്ലിം സംഘടനകൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു പിണറായിയെ നമ്മൾ ഒരു സമയത്ത് കണ്ടതാണ്. അപ്പോൾ അത് ഈ പറയുന്ന തങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞവർ ആദ്യമേ നിലപാടെടുത്ത് അതിനനുസരിച്ചുള്ള രീതിയിൽ മുൻപോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഈ ഒരു അതിപ്രസരം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഇല്ല, തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടി വരും. നമ്മൾ ശശികല ടീച്ചറിനെ കുറ്റം പറയും.
പക്ഷെ അതിനേക്കാൾ എത്രയോ ഭയാനകമായ അപകടകരമായ പ്രസംഗമാണ് KM ഷാജിയുടേത്. KM ഷാജി മുൻപ് ഈ പിണറായി വിജയനെതിരെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അതൊക്കെ വലിയ പ്രാധാന്യത്തോടെ പബ്ലിഷ് ചെയ്തിരുന്നു, അതിനെ വലിയ പ്രാധാന്യത്തോടെ വാർത്ത അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഭാഷാ പ്രയോഗം ഈ ഇലക്ഷന് തൊട്ട് മുൻപ് ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്ന തലത്തിലേക്ക് മാറ്റുമ്പോഴാണ് അപകടം. അപ്പോൾ KM ഷാജിയുടെ ഉള്ളിൽ ഇതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആദ്യം തിരുത്തേണ്ടതാരാ? ലീഗ് തിരുത്തിയില്ലെങ്കിൽ ആരാ തിരുത്തേണ്ടത്? UDF അല്ലെങ്കിൽ കോൺഗ്രസ്. അവർക്കാർക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ആ സമുദായത്തിൻ്റെ വോട്ട് പോകുമോ എന്ന ഭയം. മറിച്ച് ആ സമുദായം മുഴുവൻ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന പ്രചരണം അവരങ്ങ് തുടരുകയാണ്. ഇത് മറുവശത്ത് എത്രമാത്രം സ്ഫോടനാത്മകമായ സാഹചര്യങ്ങളിലേക്ക് UDFനെ തള്ളിയിടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം അവർ വലിയ തരംഗത്തിൽ വിജയം ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇത്ര മഠയത്തരങ്ങൾ കാട്ടുന്നത്. ഇതൊരു ചെറിയ മഠയത്തരമല്ല, വലിയ അപകടമാണ് UDF വരുത്തി വച്ചിരിക്കുന്നത്. ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെയുള്ള ലീഗും ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മറുവശത്ത് വലിയൊരു അടി മറ്റൊരു വഴിക്കൂടെ നടക്കുന്നുണ്ട്. അതായത് ഡീൽ ആരുമായിട്ടാണ്? BJPയും ഈ പറയുന്ന കോൺഗ്രസും തമ്മിലാണ് ഡീലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടി. അത് കഴിഞ്ഞ് അതല്ല CPMഉം ഈ പറയുന്ന BJPയും തമ്മിലാണ് ഡീല് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വഴിക്ക് അടി നടക്കുകയാണ്. KJP ആണോ CJP ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു വഴിക്ക് ഒരു അടി നടക്കുന്നുണ്ട്. അല്ല, ഇതിൽ ഡീലല്ല. RSS ഒരു നിലപാടെടുത്തിട്ടുണ്ട് BJPയുമായി. അത് കൃത്യതയോടെയുള്ള നിലപാട്. RSS പറയുന്നത് അവർ കൊടുത്തൊരു മണ്ഡലങ്ങളുടെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ ഇന്ന സ്ഥാനാർത്ഥികൾ വരണം. അത് RSS നിഷ്കർഷിച്ചിരുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഇനി RSS തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അവർക്ക് BJPക്ക് ചെയ്യണമെന്നൊന്നുമില്ല. കേരളം ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തേണ്ട എന്ന് RSS ഇതിനകം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല അടിയൊഴുക്കുകളും നമ്മൾ കാണാത്തത് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. RSSൻ്റെ വോട്ട് മുഴുവൻ BJPക്ക് പോകുമെന്നൊന്നും ഇപ്പോൾ പറയണ്ട, ഇപ്പോൾ കരുതേണ്ട. അതൊക്കെ ഡീലിൻ്റെ ഭാഗമായല്ല, അതൊക്കെ ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായി എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാം. അപ്പോൾ നമ്മൾ കരുതുന്നതിനപ്പുറം പല അടിയൊഴുക്കുകളും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് വ്യക്തതയോടെ ഉണ്ട്. അതിന് ആക്കം കൂട്ടി അതിന് തീയിട്ട് UDFനെ മൊത്തത്തിലൊരു തീ കൊണ്ടുണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് കൊണ്ട് പിടിച്ചിടുകയാണ് ഇപ്പോൾ KM ഷാജിയെ പോലുള്ളവർ ചെയ്യുന്നത്. അല്ല, പിന്നെ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി എങ്ങനെ വന്നു? മഞ്ചേശ്വരത്ത് ലീഗിന് വേണ്ടി SDPI പരസ്യമായി ആദ്യം പിൻവലിക്കുന്നു. പിന്നീട് പല സ്ഥലങ്ങളിലും ഈ കോർഡിനേഷൻ കമ്മിറ്റികൾ യോഗം ചേർന്ന് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. എന്ത് വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് BJP ഇപ്പോൾ മുതലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. മഞ്ചേശ്വരത്തെ ഏറ്റവും വലിയ പ്രചരണം SDPI ഡീലാണ്. അപ്പോൾ അതൊരു വലിയ വികാരം ഉണർത്തും. ആ മഞ്ചേശ്വരൻ ഡീല് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. പക്ഷേ മഞ്ചേശ്വരൻ ഡീലിൻ്റെ പേരിൽ ഇത്തരം മുസ്ലിം ലീഗിൻ്റെ ഇടപെടലുകളുടെ പേരിൽ ഷാജിയുടെ പ്രസംഗത്തിൻ്റെ പേരിൽ ദുരന്തം അനുഭവിക്കുന്നത് UDF ആയിരിക്കും, കോൺഗ്രസ് ആയിരിക്കും. ഇവിടെ UDF വെള്ളം കോരേണ്ടതുണ്ടോ? അല്ല, നമുക്ക് UDF തോൽക്കുമെന്ന് അവർ വിജയിക്കാതെ വരുമെന്ന് പക്ഷേ നിലപാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറുന്നത് അപകടം തന്നെയല്ലേ? അല്ല, ഇതൊരു നിലപാടില്ലായ്മയാണ് നമുക്ക് ദൃശ്യമാകുന്നത്. ഇവിടെ വെച്ച് തിരുത്തി, ഇവിടെ വെച്ച് കറക്റ്റ് ചെയ്ത് UDF എപ്പോഴും പറയുന്നത് കോൺഗ്രസ് ഒരു ജനാധിപത്യ സംവിധാനമാണ്, ആൾക്കൂട്ടമാണ്. അല്ല, അധികാരം കിട്ടുന്നത് മറ്റൊരു കാര്യം. പക്ഷേ അതിന് സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവർ ദുർബലരാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു വലിയ ഘടനാപരമായ അടിത്തറയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം ോ എന്ത് നിലപാടെടുക്കണമെന്നോ അവിടെ നേതൃത്വത്തിലൊരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയില്ല. അതൊരു ആൾക്കൂട്ടമാണ്. കുറേയേറെ ആളുകൾ ഒരുമിക്കുന്നു, അവരുടെ അനുയായികൾ ഒരുമിക്കുന്നു, അവർ കൂടുന്നു, വഴക്കുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, കുറേ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അവർ ജയിപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ജയിപ്പിച്ച് ഇനി സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തേക്ക് ഒരു വരവുണ്ട്. ആ വരവെന്ന് പറഞ്ഞാൽ കോടാലിയും വെട്ടുകത്തി എല്ലാ കിടുപിടി ഉണ്ടാകും. ഇവിടെ കിടന്ന് അടിച്ച് തീരത്തില്ല. ഇതെല്ലാം കെട്ടിവാരി നേരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ഡൽഹി എന്ന് പറഞ്ഞാൽ അതൊരു എലിക്കണിയാണ്. എലിക്കണി എന്ന് പറയുന്നത് നമ്മുടെ KC വേണുഗോപാലാണ് എലിക്കണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ചെല്ലുന്ന എലിയെല്ലാം കെണിപ്പെടും, ഒടുവിൽ KC വേണുഗോപാൽ ഇങ്ങ് വരും. അല്ല, അതൊക്കെ ഒരു വഴിക്ക് നടക്കുക. അത് നടന്നോട്ടെ, നമുക്ക് അതിൻ്റെ അകത്തൊക്കെ അവരുടെ പൊളിറ്റിക്കൽ തീരുമാനമാണ്. പക്ഷേ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ മണ്ടത്തരം ഇപ്പോൾ നിയന്ത്രിച്ചില്ല എങ്കിൽ UDFന് വലിയ വിനയാകും.
എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ മാറുന്നു എന്ന് പറയുമ്പോൾ ചിലർ അധികാരത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണിത്. പക്ഷേ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ പറയുന്നത് പോലെ നിലപാടില്ലാത്തവരായി മാറിക്കഴിഞ്ഞാൽ കിട്ടിയ അധികാരം മറ്റുള്ളവർക്ക് അടിയറവ് വയ്ക്കുന്നതിന് തുല്യമായി പോകും. ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നത്. പക്ഷേ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി.